നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതിനായി അതിഥികളും കൂടി ചേരുന്നുണ്ട്. മുൻ NIA ഉദ്യോഗസ്ഥനായ TK രാജ്മോഹൻ IPS ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഒപ്പം വിവിധ ഇടങ്ങളിലും ED പരിശോധന നടത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് EDയുടെ പരിശോധന തുടരാം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ED പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണത്തെ ഈ പരിശോധന നിർണായകം തന്നെയല്ലേ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെ നിർണായകമാണ്. കാരണം നമുക്ക് കുറെ കാലമായിട്ട് പൊതുസമൂഹമൊക്കെ പല ഇൻഫർമേഷൻസും പൊതുസമൂഹത്തിൽ പരസ്യമായ ന്യൂസും വെച്ചിട്ട് ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഡിലേ ആയത്. ഏതായാലും വളരെ വളരെ വെൽക്കം ആണത്. വളരെ കാരണം ജനം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് മുൻ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലും അതുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി കേസിലും എന്താണ്, അതിൽ ഇൻവോൾവ്മെന്റ് എന്താണ്, ഇതൊക്കെ അപ്പം അറിയണം. അപ്പൊ അറിയാനുള്ള ആ കാര്യത്തിലാണ് ED റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കാര്യമെന്നാണ് പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് കൂടി എനിക്ക് പറയാൻ ആഗ്രഹം. ശ്രീ രാജ്മോഹൻ, നമുക്കറിയാം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ പഴി പറയുന്ന സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിലവിലിപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് EDക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വന്ന മണിക്കൂറുകൾക്കകം തന്നെ ED സുപ്രധാനമായ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർ എത്രമാത്രം ജാഗരൂകരാണ് എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? എല്ലാ അന്വേഷണ ഏജൻസിയും നിയമപരമായ അന്വേഷണ ഏജൻസിയാണ്. അത് ED ആയാലും CBI ആയാലും ഇനി ലോക്കൽ പോലീസ് ആയാലും എല്ലാം നിയമത്തിന് വിധേയമായുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഏജൻസി സെൻട്രൽ ഏജൻസി ആയതുകൊണ്ട് പുറകോട്ട് പോയിരുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസി നല്ലതാണെന്ന് അങ്ങനെയല്ല. എല്ലാ ഏജൻസികളും നിയമപ്രകാരം പ്രവർത്തിക്കുന്നതാണ്. അപ്പം EDയും ഇപ്പോൾ അവര് പ്രവർത്തിക്കാതിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളത് കൊണ്ടാണ്. ആ സ്റ്റേ ഒഴിവാക്കിയിട്ട് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഏജൻസി അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി വരും മിനിറ്റിൽ നമ്മൾ മനസ്സിലാകും എന്തൊക്കെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് വല്ല ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടോ, വല്ല എവിഡൻസുകളുണ്ടോ, വല്ല ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ, ഇതൊക്കെ അവർ പുറത്തു കൊണ്ടുവരും. അപ്പൊ നമ്മൾ എല്ലാ അന്വേഷണ ഏജൻസിയും അവരവരായ സാവകാശം കൊടുക്കണം. അവർക്ക് നിയമപരമായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഏജൻസി പ്രവർത്തിക്കുന്നത്. അപ്പം EDയുടെ ഈ ജോലി, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ബാക്കി കാര്യങ്ങളിലൊക്കെ സ്ഥലത്ത് റെയ്ഡ് ചെയ്യുന്നത്, അത് ഈ കേസിന്റെ ബാക്കി സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ, എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സഹായിക്കും എന്ന് മാത്രമല്ല വല്ല എവിഡൻസുകൾ ആവശ്യമാണെങ്കിൽ അതും തീർച്ചയായും ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ പ്രതികരിച്ചതിന്. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, തുടരാം. രോഹിണി, നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ നേരത്തെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ SFIO ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രാഥമികമായി തന്നെ നിരവധി തെളിവുകൾ ശേഖരിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണയുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന ഒരു നടപടിയിലേക്ക് പോലും അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ കടക്കുകയും അല്ലെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അന്വേഷണം നീണ്ടത്. അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയുടെ അനുമതി കൂടി ഇക്കാര്യത്തിൽ ലഭിച്ചത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവിധ കമ്പനികളെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കമ്പനികളുടെ പ്രതിനിധികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്തപ്പോൾ അതിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള നിരവധി മൊഴികൾ അന്നെല്ലാം ലഭിച്ചിരുന്നു. യാതൊരു സേവനങ്ങളും അനുബന്ധ സേവനങ്ങളും ലഭിക്കാതെ തന്നെയാണ് CMRL നിന്ന് HLOGക്ക് 1,72,00,000 രൂപ വാങ്ങിയത് എന്നത് വ്യക്തമായിരുന്നു. വീണയ്ക്ക് ഇതിന് മറുപടികൾ നൽകാനുണ്ടായിരുന്നില്ല. പല തവണകളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചുവെങ്കിലും തൃപ്തികരമായ ഒരു മറുപടി ഈ വീണയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. CMRL നിന്ന് കൈപ്പറ്റിയ തുകയ്ക്ക് GST അടച്ചു എന്ന് പറയുമ്പോഴും നൽകിയ സേവനങ്ങൾ എന്തെല്ലാമാണ് എന്നത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ യാതൊരു സേവനങ്ങളും നൽകാതെ ഒരു പ്രതിഫലം മാത്രം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസപ്പടി എന്ന നിലയ്ക്ക് കൃത്യമായി പണം വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് വീണ വിജയന്റെ കമ്പനിയുടെ മറവിൽ അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വീണ ചെയ്തത് എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തു. ഇക്കാര്യത്തിലെല്ലാം തന്നെ അതായത് ഈ ഒരു ഇടപാടുകൾ നടക്കുമ്പോഴെല്ലാം ആ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഭരണസ്വാധീനവും എല്ലാം ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തത്.